നമസ്കാരം. തിരുവനന്തപുരം നഗരവീഥികളിലെ കുറ്റകൃത്യങ്ങളുടെ നിഴൽ പറ്റിയ ഒരു ഗുണ്ടയിൽ നിന്ന് ഒഡീഷയിലെ ഉൾവനങ്ങളിൽ കോടികളുടെ ലഹരി സാമ്രാജ്യം വാഴുന്ന മാഫിയ ഡോണിലേക്കുള്ള അലൻ ജയരാജിന്റെ വളർച്ച സിനിമാ കഥകളെ പോലും വെല്ലുന്നതാണ്. കണ്ണാടി ഷാജി വധക്കേസിൽ തുടങ്ങിയ ക്രിമിനൽ ജീവിതം ഒടുവിൽ ഒഡീഷ പോലീസിന്റെ ഡ്രോൺ നിരീക്ഷണത്തിലും കമാൻഡോ ഓപ്പറേഷനിലും ചെന്ന് അവസാനിക്കുമ്പോൾ പുറത്തുവരുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ കഞ്ചാവ് സിൻഡിക്കേറ്റിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. തലസ്ഥാനത്തെ അമ്പലമുക്ക് കൃഷ്ണകുമാർ ഗ്യാങ്ങിലെ പ്രമുഖനായിരുന്ന നന്ദൻകോട് സ്വദേശി അലൻ രാജ് എന്ന അലൻ ജയരാജ് ലഹരി മാഫിയയുടെ ലോകത്ത് അലൻ പുന്നൂസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കണ്ണാടി ഷാജി വധക്കേസിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും ഗുണ്ടാ സംഘത്തിന് സഹായങ്ങൾ നൽകിയതിന്റെ പേരിൽ ഗൂഢാലോചന കുറ്റത്തിന് പ്രതിയായതോടെയാണ് അലൻ പോലീസിന്റെ നോട്ടപ്പുള്ളിയാകുന്നത്. കോടതി ഇയാളെ വെറുതെ വിട്ടെങ്കിലും ആ വെറുതെ വിടൽ ഒരു വലിയ മാഫിയ സാമ്രാജ്യത്തിന്റെ തുടക്കമായിരുന്നു. അലൻ പൊന്നുവെന്നും ഇയാൾക്ക് വിളിപ്പേരുണ്ട്. അലനെ രാജ്യവിരുദ്ധനെന്ന് മുദ്രകുത്തിയാണ് ഒഡീഷ പോലീസ് അറസ്റ്റ് ചെയ്തത്. അടുത്ത കാലത്തൊന്നും ജാമ്യം കിട്ടാൻ സാധ്യത കുറവാണ്. തെളിവുകൾ ഉള്ളതിനാൽ ഇനി അലൻ ജയിലിൽ തന്നെ തുടരേണ്ടി വരും. കേരളത്തിൽ പോലീസിന്റെ പിടിമുറുക്കം ശക്തമായതോടെയാണ് അലൻ തന്റെ താവളം ശാസ്തമംഗലത്തേക്ക് മാറ്റുന്നത്. അവിടെ ഒരു ടാറ്റു സ്റ്റുഡിയോയുടെ മറവിൽ ലഹരി വ്യാപാരം ആരംഭിച്ചു. ടാറ്റു അടിക്കാനെത്തുന്ന വിദ്യാർത്ഥികളെയും യുവാക്കളെയും സൗഹൃദത്തിൽ കുരുക്കി മയക്കുമരുന്നിന് അടിമകളാക്കുക എന്നതായിരുന്നു അലന്റെ തന്ത്രം. ഇതോടെ നഗരത്തിലെ ന്യൂജൻ ലഹരി വിപണിയുടെ അപ്രഖ്യാപിത തലവനായി അലൻ മാറി. ശാസ്തമംഗലത്തെ കേന്ദ്രത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ വരെ അലൻ ഒരുക്കിയിരുന്നു. എന്നാൽ പോലീസ് ഇവിടെ റെയ്ഡ് നടത്തുകയും അലൻ പുന്നൂസ് ആദ്യമായി നിയമത്തിന്റെ വലയിൽ കുടുങ്ങുകയും ചെയ്തു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അലൻ പിന്നീട് കേരളത്തിൽ നിൽക്കുന്നത് സുരക്ഷിതമല്ലെന്ന് തിരിച്ചറിഞ്ഞു. അതോടെയാണ് തന്റെ പ്രവർത്തന മേഖല അന്തർ സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിച്ചത്. ആദ്യം ബംഗളൂരു കേന്ദ്രീകരിച്ച് വോൾവോ ബസ്സുകൾ വഴി മയക്കുമരുന്ന് കേരളത്തിലെത്തിക്കുന്ന ഏജന്റായി അലൻ മാറി. എന്നാൽ കേവലം ഒരു ഏജന്റായി ഒതുങ്ങാൻ അയാൾ തയ്യാറായിരുന്നില്ല. വലിയൊരു വിതരണ ശൃംഖല ലക്ഷ്യമിട്ട് അലൻ തന്റെ താവളം ആന്ധ്രാപ്രദേശിലെ ഉൾഗ്രാമങ്ങളിലേക്ക് മാറ്റി. അവിടെ നിന്നുമാണ് കേരളത്തിലെ കഞ്ചാവ് ഹാഷിഷ് വിപണിയെ നിയന്ത്രിക്കുന്ന അദൃശ്യ ഡോണായി അലൻ മാറിയത്. വിവാദങ്ങളെ തുടർന്ന് വർഷങ്ങളോളം കേരളത്തിലേക്ക് വരാതിരുന്ന അലൻ ആന്ധ്രയിൽ ഇരുന്നു കൊണ്ട് റിട്ടയർഡ് എസ് പിമാരുടെ മക്കളെ വരെ തന്റെ ഗ്യാങ്ങിൽ ഉൾപ്പെടുത്തി ലഹരി വ്യാപാരം കൊഴിപ്പിച്ചു. കേരളത്തിലെ ജയിലുകളിലേക്ക് പോലും മയക്കുമരുന്ന് എത്തിക്കാൻ ഇയാൾക്ക് ശൃംഖലകൾ ഉണ്ടായിരുന്നു. ആന്ധ്രയിലെ രാജമുദ്രയിൽ നിന്ന് തമിഴ്നാട് വഴി കേരളത്തിലേക്ക് കിലോ കണക്കിന് കഞ്ചാവ് ഒഴുകിയത് അലന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. ആന്ധ്രയിൽ പോലീസിന്റെ നിരീക്ഷണം ശക്തമായതോടെയാണ് അലൻ തന്റെ സാമ്രാജ്യം ഒഡീഷയിലെ കോറാപ്പുട്ടിലേക്ക് മാറ്റുന്നത്. പോലീസിനോ എക്സൈസിനോ എളുപ്പത്തിലെത്താൻ കഴിയാത്ത നക്സൽ സ്വാധീന മേഖലകളായിരുന്നു അലന്റെ ലക്ഷ്യം. അവിടെ ജലാപുഡ് റിസർവോയറിനുള്ളിലെ അതീവ രഹസ്യമായ ഒരു ദ്വീപ് അലൻ തന്റെ താവളമായി തിരഞ്ഞെടുത്തു. വനത്തിനുള്ളിലെ ഈ രഹസ്യ ദ്വീപിൽ അത്യാധുനിക ഹാഷിഷ് ഓയിൽ ഫാക്ടറി തന്നെ അലൻ പുന്നൂസ് കെട്ടിപ്പടുത്തു. കഞ്ചാവ് വാറ്റി ഹാഷിഷ് ഓയിലാക്കി മാറ്റുന്നതിനുള്ള ലാബും 28 kV ജനറേറ്ററും അത്യാധുനിക മെഷീനറികളും ഇവിടെ സജ്ജീകരിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ 300 കോടിയോളം രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് സാമ്രാജ്യമായിരുന്നു ഇത്. കേരളത്തിലേക്ക് കഞ്ചാവ് ഹാഷിഷ് ഓയിൽ എത്തിക്കുന്നതിൽ അലൻ പ്രത്യേക ഗുണ്ടാ സംഘങ്ങളെ തന്നെ നിയമിച്ചിരുന്നു. പാറ അഭിലാഷ് ഉൾപ്പെടെയുള്ള കുപ്രസിദ്ധ ഗുണ്ടകളായിരുന്നു കേരളത്തിലെ വിതരണത്തിന് ചുക്കാൻ പിടിച്ചിരുന്നത്. ലഹരിക്കടത്തിനിടെ ഉദ്യോഗസ്ഥരെ വകവരുത്താൻ പോലും മടിക്കാത്ത ക്രിമിനലുകളുടെ ഒരു വൻപട തന്നെ അലന്റെ പിന്നിലുണ്ടായിരുന്നു. ലോക്ക്ഡൌൺ കാലത്ത് ചരക്ക് വാഹനങ്ങളുടെ പരിശോധനയിൽ ഇളവ് വന്നപ്പോൾ അലന്റെ സിൻഡിക്കേറ്റ് കേരളത്തിലേക്ക് ടൺ കണക്കിന് കഞ്ചാവ് എത്തിച്ചു. തിരുവനന്തപുരം, ആക്കുളം, തച്ചോട്ടുകാവ് എന്നിവിടങ്ങളിൽ നിന്ന് 100 കണക്കിന് കിലോ കഞ്ചാവ് പിടികൂടിയ എക്സൈസ് റെയ്ഡുകളാണ് ഒടുവിൽ അലൻ പുന്നൂസ് എന്ന അദൃശ്യകരങ്ങളിലേക്ക് അന്വേഷണം എത്തിച്ചത്. ഒഡീഷ DIG കൻവർ വിശാൽ സിംഗിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ദിവസങ്ങളോളം വനത്തിനുള്ളിൽ നിരീക്ഷണം നടത്തി. ഒടുവിൽ ഡ്രോണുകളുടെയും ഹൈസ്പീഡ് ബോട്ടുകളുടെയും സഹായത്തോടെ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് അലൻ രാജും കൂട്ടാളികളും കുടുങ്ങിയത്. പിടിച്ചെടുത്തത് 1800 ലിറ്റർ ഹാഷിഷ് ഓയിലും 1000 കിലോ കഞ്ചാവുമാണ്. കേരള പോലീസിനെയും എക്സൈസിനെയും വെട്ടിച്ച് വർഷങ്ങളോളം വിദേശത്തും മറ്റ് സംസ്ഥാനങ്ങളിലും ഒളിവിൽ കഴിഞ്ഞ അലന്റെ വീഴ്ച ലഹരി മാഫിയയ്ക്കേറ്റ വലിയ ആഘാതമാണ്. അലൻ പുന്നൂസിനൊപ്പം പിടിയിലായ തിരുവനന്തപുരം സ്വദേശികളായ ആനന്ദ് രാജ്, കിരൺ, ബിത്തു എന്നിവരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഈ അന്തർ സംസ്ഥാന സിൻഡിക്കേറ്റിൽ ഇനിയും പ്രമുഖർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഒഡീഷ പോലീസിന്റെ നിഗമനം. സാധാരണക്കാരായ യുവാക്കളെ ലഹരിയുടെ കാണാക്കയങ്ങളിലേക്ക് തള്ളിവിട്ട് കോടികൾ കൊയ്ത അലൻ രാജിന്റെ ക്രിമിനൽ ജീവിതം ഒരു പാഠമാണ്. ടാറ്റു സ്ഥാപനത്തിൽ നിന്ന് ഒഡീഷയിലെ ഹാഷിഷ് ഫാക്ടറി വരെ വളർന്ന ഈ മലയാളി കുറ്റവാളിയെ ഒടുവിൽ നിയമം പിടികൂടുമ്പോൾ അത് കേരളത്തിലെ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് വലിയൊരു കരുത്തായി മാറുന്നു. പ്രതികളെ കേരളത്തിലെത്തിച്ച് കൂടുതൽ കേസുകളിൽ തെളിവെടുപ്പ് നടത്താനുള്ള നീക്കത്തിലാണ് എക്സൈസ്. ഇതോടെ തലസ്ഥാനത്തെ ലഹരി വിപണിയുടെയും ഗുണ്ടാ ബന്ധങ്ങളുടെയും കൂടുതൽ അഴുക്കുചാലുകൾ പുറത്തു വരുമെന്ന കാര്യം ഉറപ്പാണ്.